നീ ഇങ്ങനെ ഇവിടെ വന്നു? എന്നെ പിടിക്കാൻ തന്നെ ചെയ്താനെ അല്ല അവന് വെറുതെ മുങ്ങിയോ? അല്ല അല്ല ഇത്തരത്തിൽ എനിക്ക് വരാൻ 2 വണ്ടിയോ? ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഇറങ്ങി വാടാ തുരപ്പാ. സോറി നിങ്ങളല്ല, വേറൊരു തുരപ്പനുണ്ട്. പണം ഇന്ന് വരും, നാളെ പോവും, നാളെ വരും, മറ്റന്നാൾ പോവും, 4 നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട്. 2 മണിക്കൂറല്ല 4 മണിക്കൂർ ഇരിക്കും ഒരു ഫ്രണ്ടിന് വേണ്ടി. ഒറ്റമുണ്ടും ഉടുത്ത് ഉള്ളിലെ ബനിയൻ പുറത്ത് കാണുന്ന ഒരു ഷർട്ടും ഇട്ട് കഴുത്തിലൊരു തൂവാലയും ചുറ്റി നീണ്ട മീശയും കഷണ്ടി തലയുമായി ഒരു ലോക്കൽ വില്ലനെ പോലെ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹംസകോയയുടെ രൂപം മലയാളി സിനിമാ പ്രേമികൾ അങ്ങനെയൊന്നും മറക്കാനിടയില്ല. ഓട്ടോറിക്ഷയിൽ നിന്ന് ചാടി ഇറങ്ങിയുള്ള എടാ ബാലകൃഷ്ണ എന്ന ആ വിളിയും ഏത് മലയാളിക്ക് മറക്കാനാകും? ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റാനായി പാടുപെട്ട് ഒരു ഗതിയുമില്ലാതെ നടു റോഡിൽ കുത്തിയിരിക്കുന്ന ബാലകൃഷ്ണന്റെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെയും മുന്നിലേക്ക് ഒരേ സമയം 2 ഓട്ടോറിക്ഷയിൽ വന്ന് ചാടി ഇറങ്ങുന്ന ഈ മനുഷ്യന് ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന് തോന്നിപ്പോകും. വട്ടിപ്പലിശക്കാരനെ പോലെ കടന്നു വരുന്ന ഹംസകോയ ഉള്ളിൽ പിടയുന്ന മനസ്സുമായി ഓടി നടക്കുന്ന ഒരു പാവമാണെന്നും അളവുറ്റ മനുഷ്യസ്നേഹിയാണെന്നും തിരിച്ചറിയുന്നിടത്താണ് ട്വിസ്റ്റ്. അങ്ങേയറ്റം ഗ്രാമീണമായ ഒരു നാട്ടിൻ പുറത്ത് അടുത്തടുത്ത വീടുകളിൽ ഒരുമിച്ച് വളർന്ന് ബാല്യവും കൗമാരവുമെല്ലാം ഒന്നിച്ച് പിന്നിട്ടവരാണ് ബാലകൃഷ്ണനും ഹംസകോയയും. പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ നിഷ്കളങ്കനായ മനുഷ്യൻ. എല്ലാവരും കൈവിട്ടപ്പോഴും ബാലകൃഷ്ണനെ ചേർത്ത് നിർത്തിയത് ഹംസകോയായിരുന്നു. പ്രതിസന്ധിയിൽ ബാലകൃഷ്ണനെ സഹായിച്ചയാൾ എന്നതിനപ്പുറം തൊഴിലിനും അതിജീവനത്തിനും വേണ്ടിയുള്ള അലച്ചിലിനിടെ ജീവിതം തകിടം മറിഞ്ഞു പോയൊരു കൂട്ടുകാരന് വേണ്ടി സ്വയം മറന്നുള്ള നിൽപ്പിന്റെ കൈത്താങ്ങിന്റെ പേരാണ് ഹംസകോയ. സിദ്ദിഖ് ലാലിന്റെ സംവിധാനത്തിൽ 1989 പുറത്തിറങ്ങിയ റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിൽ ഹംസകോയായി എത്തുന്ന മാമു കോയയുടെ ആദ്യ പ്രകടനങ്ങൾ നമ്മെ ഏറെ ചിരിപ്പിക്കുന്നുണ്ട്. എന്നാൽ പൊടുന്നനെ ഹംസകോയ എന്ന കഥാപാത്രത്തിന്റെ ഡയമെൻഷൻ മാറുന്നത് സിനിമയുടെ മൂഡിനെ തന്നെ മാറ്റിമറിക്കുകയാണ്. ദാരിദ്ര്യത്തിലും ഒരുവന് മറ്റൊരുവൻ തുണയെന്ന പോലെ കഴിഞ്ഞവരാണ് ബാലകൃഷ്ണനും ഹംസകോയുമെന്ന് അധികം വിശദീകരണങ്ങളൊന്നുമില്ലാതെ പ്രേക്ഷകനും മനസ്സിലാക്കുകയാണ്. സഹോദരിയുടെ വിവാഹത്തിനായി നെട്ടോട്ടം ഓടുന്ന ബാലകൃഷ്ണനെ സഹായിക്കാതിരിക്കാൻ ഹംസകോയയ്ക്ക് സാധിക്കുമായിരുന്നില്ല. ജോലിയും സമ്പാദ്യവും ഇല്ലാത്ത ഒരുവന് ആരാണ് കടം കൊടുക്കുക? പക്ഷെ ഹംസകോയ അയാളെ കൈവിട്ടില്ല. സ്വന്തം സഹോദരിയുടെ നിക്കാഹിന് 5ഉം 10ഉമായി സ്വരുക്കൂട്ടിയ പണം ബാലകൃഷ്ണനെ ഏൽപ്പിക്കുമ്പോൾ അവൾ എന്റെയും കൂടി പെങ്ങളല്ലേ എന്ന് മാത്രമേ അയാൾ ചിന്തിച്ചിരുന്നുള്ളൂ. ഒപ്പം കൂട്ടുകാരൻ പണം തിരികെ തരും എന്ന വിശ്വാസവും. മരിച്ചുപോയ അച്ഛന്റെ പേരിലുള്ള ജോലി എന്നെങ്കിലും ബാലകൃഷ്ണന് കിട്ടുമെന്ന് ബാലകൃഷ്ണനെ പോലെ ഹംസകോയയ്ക്കും പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് വിവാഹം തീരുമാനിച്ചുകൊള്ളൂ, പണം തന്നിരിക്കും എന്ന ബാലകൃഷ്ണന്റെ ഉറപ്പിൽ ഹംസകോയ തന്റെ സഹോദരി നബീസുവിന്റെ വിവാഹം തീരുമാനിക്കുന്നത്. എന്നാൽ പണം നൽകേണ്ട സമയം കഴിഞ്ഞിട്ടും ബാലകൃഷ്ണനെ കാണാതാകുന്നതോടെ ഹംസകോയ ബാലകൃഷ്ണനെ തിരക്കി നഗരത്തിലേക്ക് പുറപ്പെടുകയാണ്. പണത്തിനു വേണ്ടി ബാലകൃഷ്ണനെ തേടിയിറങ്ങുമ്പോഴും അവർ തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴം നമുക്ക് കാണാനാകും. എങ്ങനെയെങ്കിലും ബാലകൃഷ്ണനിൽ നിന്ന് പണം വാങ്ങാൻ ഇറങ്ങുമ്പോൾ തന്റെ നിക്കാഹ് മുടങ്ങിയാലും സാരമില്ല, ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് നബീസു പറഞ്ഞുവെന്ന് ഹംസകോയ സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്ന രംഗം അതിന് ഒരു ഉദാഹരണമാണ്. എന്റെ നബീസ് എന്താ പറഞ്ഞതെന്നറിയോ? ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്ന്. മാത്രമല്ല ഒരിക്കൽ പോലും ബാലകൃഷ്ണനെ താൻ അപായപ്പെടുത്തുമെന്നോ പ്രശ്നമുണ്ടാക്കുമെന്നോ ഹംസകോയ പറഞ്ഞിട്ടുകൂടിയില്ല. മറ്റുള്ളവരോട് പറയുമ്പോൾ പോലും എന്റെ ചങ്ങായി ബാലകൃഷ്ണൻ എന്നേ ഹംസകോയ പറഞ്ഞിട്ടുള്ളൂ. എന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ കേട്ടുകൊണ്ട് എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞാണോ? അവിടെയെല്ലാം നിഷ്കളങ്കനായ ഒരു യഥാർത്ഥ സുഹൃത്തിനെ നമുക്ക് കാണാൻ കഴിയും. നബീസുവിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ബാലകൃഷ്ണനെ തേടി ഹംസകോയ അവിടെ വരുമായിരുന്നില്ല. നബീസുവിന്റെ വിവാഹത്തിന്റെ 2 ദിവസം മുൻപ് രാത്രി ഏറെ വൈകിട്ടും കൂട്ടുകാരൻ പണവുമായി വരുന്നതും കാത്തിരിക്കുന്ന ഹംസകോയെ കാണുമ്പോൾ കാണുന്ന പ്രേക്ഷകർ കൂടി ആശിച്ചു പോകും, എങ്ങനെയെങ്കിലും ബാലകൃഷ്ണൻ പൈസ വാങ്ങി ഹംസകോയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്ന്. 2 മണിക്കൂറല്ല 4 മണിക്കൂർ ഇരിക്കും ഒരു ഫ്രണ്ടിന് വേണ്ടി.
സിനിമയുടെ അവസാനത്തോടടുക്കുന്ന സമയത്ത് ബാലകൃഷ്ണൻ ഒരു അപകടത്തിൽ പെടുമ്പോൾ ആളെയും കൂട്ടിയെത്തി ബാലകൃഷ്ണന് വേണ്ടി ഫൈറ്റ് ചെയ്ത ശേഷം ഹംസക്കോയ ഒരു പോക്ക് പോകുന്നുണ്ട്. ബാലകൃഷ്ണനോട് പണം വാങ്ങാനോ സംസാരിക്കാനോ ഒന്നിനും അയാൾ അവിടെ നിൽക്കുന്നില്ല. കൂട്ടുകാരന്റെ അവസ്ഥ ബോധ്യപ്പെട്ട ഹംസക്കോയ്ക്ക് മനസ്സിലായിരിക്കണം ബാലകൃഷ്ണനോട് ഇനി ഒരിക്കലും പണം ചോദിക്കരുത് എന്ന്. 80കളിൽ തൊഴിൽ തേടി നഗരങ്ങളിൽ അലയേണ്ടി വന്ന യുവാക്കളുടെ ജീവിതം റാംജി റാവു സ്പീക്കിങ്ങിൽ നമുക്ക് കാണാൻ കഴിയും. നല്ലൊരു ജോലിയും ജീവിതവും നേടാനായി പെടാപ്പാട് പെടുന്ന, എന്നാൽ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാനാവാത്ത ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും അന്നത്തെ കാലത്തെ ചെറുപ്പക്കാരുടെ പ്രതീകമാണ്. നിന്റെ ശരിയാവും, ഇവന്റെയും ശരിയാവും, ഒക്കെ ശരിയാവും. സായി കുമാർ, മുകേഷ്, ഇന്നസെന്റ് എന്നിവർ ബാലകൃഷ്ണനും ഗോപാലകൃഷ്ണനും മത്തായി ചേട്ടനുമായി സിനിമയിലുടനീളം തകർത്ത് അഭിനയിക്കുമ്പോൾ വളരെ കുറച്ച് സീനുകളിൽ മാത്രം വന്ന് ചിരിപ്പിക്കുകയും ഒപ്പം വേദനിപ്പിക്കുകയും ചെയ്തു പോയ ഹംസക്കോയ്ക്ക് ആരാധകരേറെയാണ്. സാധാരണക്കാർക്കിടയിലെ അസാധാരണക്കാരൻ എന്നതാണ് ഹംസക്കോയുടെ പ്രത്യേകത. എല്ലാം കൈവിട്ടു പോകുന്നു എന്ന് അറിയുമ്പോഴും കൂടപ്പിറപ്പ് പോലെ കാണുന്ന കൂട്ടുകാരന്റെ കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ തന്റെ നഷ്ടങ്ങളെ മറന്നു പോകുന്ന ഹംസക്കോയിൽ ഒരു കാലവും ദേശവും അതിനുള്ളിൽ ആഴ്ന്നു കിടക്കുന്ന അളവുറ്റ സൗഹൃദവും പ്രതിഫലിക്കുന്നുണ്ട്. നബീസുവിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ നിന്നെ ഞാനൊന്നും ചെയ്യില്ല, പക്ഷെ എന്റെ മയ്യത്ത് നിങ്ങൾ കാണേണ്ടി വരുമെന്ന് അങ്ങേയറ്റത്തെ വേദനയോടെ ഹംസക്കോയ പറയുമ്പോൾ ജീവിതത്തിൽ അയാൾ എത്തിപ്പെട്ട നിസ്സഹായത മാത്രമാണ് വെളിവാകുന്നത്. നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നൊന്നും ചെയ്യില്ല. അപ്പോഴും ബാലകൃഷ്ണനെ പ്രയാസത്തിലാക്കാതിരിക്കാൻ ഹംസക്കോയ ശ്രമിക്കുന്നത് കാണുമ്പോൾ പിറകിൽ ഒരു കാലം അലയടിക്കുന്നുണ്ട്. അതിരുകളില്ലാത്ത കൊടുക്കൽ വാങ്ങലുകളോടെ ഒരാൾ മറ്റൊരാൾക്ക് പകരമായി പരസ്പരം തോളിൽ കൈയിട്ട് ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടുകൾക്കുമൊപ്പം ബാലകൃഷ്ണനും ഹംസക്കോയും ഒരുമിച്ച് ജീവിച്ച ജീവിതം, ബാല്യകാല കൗമാരങ്ങളെ ഒന്നിച്ച് പിന്നിട്ട നാളുകൾ, ഒരാളുടെ അഭാവത്തിൽ മറ്റൊരാൾ ഇരു കുടുംബങ്ങൾക്കും കൈത്താങ്ങായി മാറുന്ന കാഴ്ച, അങ്ങനെ പലതും. നിസ്വാർത്ഥതയുടെയും സ്നേഹത്തിന്റെയും രാഷ്ട്രീയ പക്ഷമായിരുന്നു ഹംസക്കോയ.